ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. 2026-27 നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള PYQ ആണ്. ഈ PYQ കൊണ്ട് ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഈ ഓരോ ക്ലാസ്സുകളും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. റീസെൻ്റ് ആയിട്ട് നടന്ന പരീക്ഷകളുടെ ചോദ്യങ്ങളാണ് ഒട്ടുമിക്കതും. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും ഏറ്റവും നന്നായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലോകത്തിലെ ആദ്യത്തെ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകൻ ആരാണ്? ഒരു എന്താ പറയുക, ടീച്ചർ റിലേറ്റഡ് ആയിട്ടൊരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു 2024 ലാസ്റ്റാണ്. അവിടുത്തെ ചോദ്യമാണ് ലോകത്തിലെ ആദ്യത്തെ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് ചിന്തകൻ ആരാണ്. ഇവിടെ ഇറാസ്തോസ്തനീസ് ഉണ്ട്, അനാക്സിമാൻഡർ ഉണ്ട്, എഡ്വിൻ ഹബിൾ ഉണ്ട്, നിക്കോളാസ് കോപ്പർനിക്കസ് ഉണ്ട്. ഇതാരാണ് ശരിയായ ഉത്തരം? ഇവിടെ ശരിയായ ഉത്തരം അനാക്സിമാൻഡർ ആണ്. അനാക്സിമാൻഡർ ആണ് ലോകത്തിലെ ആദ്യത്തെ ഭൂപടം നിർമ്മിച്ച ഗ്രീക്ക് തത്വചിന്തകൻ. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരത്തിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഉത്തരം അനാക്സിമാൻഡർ ആണ്. ഇപ്പോൾ ശ്രദ്ധിക്കണം, BC 610 ഏഷ്യ മൈനറിലെ മിലറ്റൈസിൽ ജനിച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് അനാക്സിമാൻഡർ എന്നത്. അന്ന് ആ കാലഘട്ടത്തിൽ തുകൽ ഉപയോഗിച്ചും വെങ്കല ഫലകങ്ങൾ ഉപയോഗിച്ചുമാണ് ഈ ഒരു ഭൂപടം അദ്ദേഹം നിർമ്മിച്ചത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. BC 610 ഏഷ്യ മൈനറിലെ മിലൈറ്റൈസിൽ ജനിച്ച ഗ്രീക്ക് തത്വചിന്തകനാണ് അനാക്സിമാൻഡർ. ആ കാലഘട്ടത്തിൽ തുകലുകൾ ഉപയോഗിച്ചും വെങ്കല ഫലകങ്ങൾ ഉപയോഗിച്ചും കൊണ്ടാണ് ആ ഭൂപടം തയ്യാറാക്കിയത്. കൊളംബസും മെഗല്ലിൻ എന്ന് പറയുന്ന നാവികരുടെയും പര്യവേഷകരുടെയും ഒക്കെ ലോകയാത്രകളാണ് വ്യക്തവും കൃത്യവുമായ ഭൂപട നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചത്. അപ്പം ഒരു ഭൂപടം നിർമ്മിക്കാൻ ഈ അനാക്സിമാൻഡറിനെ പോലെയുള്ള വ്യക്തിയെ പ്രാപ്തനാക്കി തീർത്തത് ഈ ലോക യാത്രകൾ നടത്തിയ പര്യവേഷകര്, കൊളംബസ്, മെഗലിൻ എന്ന് പറയുന്ന നാവികര്, അവരുടെയൊക്കെ യാത്രകളാണ് ഇത്തരത്തിലുള്ള ഒരു ഭൂപടം നിർമ്മിക്കാൻ അവരെ സഹായിച്ചത്. ശ്രദ്ധിക്കേണ്ടത് തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങൾ, ചിഹ്നങ്ങൾ, സൂചിക, ഇതൊക്കെയാണ് ഒരു ഭൂപടത്തിനുണ്ടായിരിക്കേണ്ട അവശ്യ ഘടകങ്ങൾ. ഒരു ഭൂപടം നിർമ്മിക്കാൻ നമുക്കങ്ങ് നിർമ്മിക്കാൻ വളരെ ഈസിയാണ് എന്ന് വിചാരിക്കും. അല്ല, അതിന് കുറേ രീതികളുണ്ട്. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം, അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും, സൂചിക, ഇതെല്ലാം ഭൂപടങ്ങൾക്ക് ഉണ്ടാകേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ്. ഇനി ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം അത് പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ വിളിക്കുന്ന പേരാണ് തീമാറ്റിക് മാപ്സ് എന്ന് പറയും. തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയും. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ വിളിക്കുന്ന പേരാണ് തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയും. ഇനി ഉള്ളടക്കം, ഒരു ഭൂപടത്തിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ എന്നും രണ്ട് സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും. ഇപ്പൊ ഭൂപടങ്ങളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ, ഫിസിക്കൽ മാപ്സ്. രണ്ട് കൾച്ചറൽ മാപ്പുകൾ, സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇനി ഭൂപ്രകൃതി, അതുപോലെ കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് ഫിസിക്കൽ മാപ്പ് അല്ലെങ്കിൽ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് ചോദിച്ചാൽ പറയണം ഭൂപ്രകൃതി. അപ്പോൾ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ ഭൂപ്രകൃതി അല്ലെങ്കിൽ കാലാവസ്ഥ, ഇങ്ങനെ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം, മണ്ണിന്റെ പ്രത്യേകതകൾ, ഓരോ നാട്ടിലെയും മണ്ണിന്റെ പ്രത്യേകതകൾ കാണിക്കുന്ന ഭൂപടം, മണ്ണ് ഭൂപടം. കാലാവസ്ഥകൾ, ഓരോ പ്രദേശത്തും ഓരോ തരത്തിലാണ് കാലാവസ്ഥകൾ. അത് പ്രത്യേക നിറങ്ങൾ ഉപയോഗിച്ച്, പ്രത്യേക ചിത്രങ്ങൾ ഉപയോഗിച്ച് അതിനെ കാണിക്കുന്നു. അത്തരം ഭൂപടങ്ങളാണ് കാലാവസ്ഥാ ഭൂപടങ്ങൾ. അതുപോലെ നൈസർഗിക സസ്യജാല ഭൂപടം, ഭൂപടം, അതായത് ഓരോ സ്ഥലത്തുമുള്ള വ്യത്യസ്തങ്ങളായ വൈവിധ്യങ്ങളാർന്ന സസ്യങ്ങളുടെ ചിത്രങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഭൂപടങ്ങൾ. ജ്യോതിശാസ്ത്ര ഭൂപടം, ദിനാവസ്ഥ ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ഇതെല്ലാം ഫിസിക്കൽ മാപ്സിന് എക്സാമ്പിൾ ആണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് കൃഷി.
അതേപോലെ വ്യവസായം, ഒരു സ്ഥലത്തെ വ്യവസായം, അതുപോലെ തന്നെ രാഷ്ട്രീയ അതിർത്തികൾ മുതലായവ കാണിക്കുന്ന ഈ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയും. അപ്പോൾ സാംസ്കാരിക ഭൂപടങ്ങൾ, എക്സാമ്പിൾ രാഷ്ട്രീയ ഭൂപടം, ഓരോ പ്രദേശത്തെയും പ്രത്യേക രാഷ്ട്രീയത്തെ കാണിക്കുന്ന ഭൂപടം. വ്യാവസായിക ഭൂപടം, അതേപോലെ സൈനിക ഭൂപടം, അതേപോലെ ചരിത്ര ഭൂപടം, കാർഷിക ഭൂപടം, ഓരോ സ്ഥലത്തെയും കൃഷി എന്താണ് എന്ന് കാണിക്കുന്ന വ്യക്തമായ ഭൂപടം. ഇങ്ങനെ ഭൂപടങ്ങൾ ഉണ്ട്. അത്തരം മാപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൾച്ചറൽ മാപ്പ് എന്ന് പറയും. അപ്പം ഒരു ഭൂപ്രകൃതി സവിശേഷതകളെല്ലാം വരുന്നത് ഫിസിക്കൽ മാപ്പിലും, എന്നാൽ ഈ പറയുന്ന സൈനികം, വ്യാവസായികം, രാഷ്ട്രീയം, കാർഷികം, ചരിത്രം ഇതൊക്കെ ചിത്രീകരിച്ച് കാണിക്കുന്ന മാപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൾച്ചറൽ മാപ്പ് അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടം എന്നും പറയും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ, ഒരു സ്ഥലത്തെ ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് ഏതാണ്? ഒരിടത്ത്, ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയം സംഭവിച്ചാൽ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താറുണ്ട്. അത് അനുവദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 252, 256, 360, 368. ശരിയായ ഉത്തരം 356. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ നമ്പർ 356. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. ഏത് സംസ്ഥാനത്ത് വേണമെങ്കിലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം. അതിന് അനുവാദം നൽകുന്ന വകുപ്പാണ് 356. ഓക്കെ, അപ്പോ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തും പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താമെന്ന് ഭരണഘടനയിലെ 356 ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, ഗവർണർ ഉണ്ടല്ലോ, ഓരോ സംസ്ഥാനത്തിനും ഗവർണർ ഉണ്ട്. ഗവർണറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റിന് ആ സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താൻ കഴിയുന്നത്. അപ്പം ഗവർണർ, ഒരു സംസ്ഥാനത്തെ ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റിന് ആ സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം നടത്താൻ കഴിയുന്നത്. സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്ന പ്രഖ്യാപനം പാർലമെന്റ് അംഗീകരിക്കണം. പാർലമെന്റിൽ രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാർലമെന്റ് അംഗീകരിച്ചാൽ മാത്രമേ പ്രസിഡന്റിന് അതിനെ എന്ത് ചെയ്യാം, പ്രസിഡന്റിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്നതെങ്കിലും പാർലമെന്റിന്റെ അംഗീകാരം വേണം. പാർലമെന്റിന്റെ അംഗീകാരം വേണം. പ്രസിഡന്റ് ഭരണം പരമാവധി 3 വർഷം വരെ നീട്ടാൻ പറ്റും. ഒരിടത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയാൽ അത് പരമാവധി 3 വർഷം വരെ പ്രസിഡന്റ് ഭരണം നീട്ടാം. നേരത്തെ അത്ര ഇല്ലായിരുന്നു. ഇപ്പൊ 3 വർഷം വരെ നമുക്ക് നീട്ടാൻ പറ്റും. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം 356 വകുപ്പ് ആദ്യമായി പ്രയോഗിക്കുന്നത് 1951 ആ ഒരു വർഷം പഞ്ചാബിലാണ് ആദ്യമായി പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്നത്. ആർട്ടിക്കിൾ 356 വകുപ്പ് പ്രകാരം ആദ്യമായി ഈ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയത് പഞ്ചാബിലാണ്. വർഷം 1951. ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക്. ഇതെല്ലാം പുതിയ ചോദ്യങ്ങളാണ്, 2025 പരീക്ഷയിലെ ചോദ്യങ്ങളാണ്. കണ്ടില്ല എന്ന് വെച്ച് പോകരുത്. നമ്മളിതെല്ലാം വ്യക്തമായി പഠിച്ച് അറിഞ്ഞു വേണം പോകാൻ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടം കൊണ്ടത്? ചോദ്യം. ഇതൊരു ആവർത്തന ചോദ്യം കൂടിയാണ്. ശരിയായ ഉത്തരം അമേരിക്ക. അമേരിക്കയിൽ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊള്ളുന്നത്. ശ്രദ്ധിക്കണം. അപ്പോൾ അമേരിക്ക എന്നതാണ് ശരിയായ ഉത്തരം. നമുക്ക് നോക്കാം അടുത്ത പോയിന്റ്. ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളുടെ മാതൃക അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും നമ്മൾ കടം കൊണ്ടു. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത്, എത്രാമത്തെ ഭാഗത്താ? 3-ാം ഭാഗത്ത് 6 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ 7 ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തെ നമ്മൾ എടുത്ത് കളഞ്ഞു. ഇപ്പോൾ മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. 1978 സ്വത്തവകാശത്തെ ഇതിൽ നിന്ന് പതുക്കെ മാറ്റി നിർത്തി.
മൗലികാവകാശത്തിൽ സ്വത്തവകാശം ഉണ്ടായിരുന്നു. 1978 മൗലികാവകാശത്തിൽ നിന്നും സ്വത്തവകാശത്തെ മാറ്റി. ക്ലിയർ ആവുന്നുണ്ട്? ഓക്കെ. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സ്വഭാവമാണ് ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ കടം കൊണ്ടത് അമേരിക്കയിൽ നിന്നാണ്. അതായത് സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് നിയമനിർമ്മാണം അല്ലെങ്കിൽ ഭരണഘടനാപരമായ നടപടികൾ ജുഡീഷ്യറിയുടെ അവലോകനത്തിന് വിധേയമാക്കുന്ന പ്രക്രിയയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നിയമനിർമ്മാണം അല്ലെങ്കിൽ ഭരണപരമായ നടപടികൾ ജുഡീഷ്യറിയുടെ അവലോകനത്തിന് വിധേയമാക്കുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, കോടതിയുമായി ബന്ധപ്പെട്ടത്. അപ്പം സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് നിയമനിർമ്മാണം അല്ലെങ്കിൽ ഭരണഘടനാപരമായ നടപടികൾ, നമ്മൾ എന്തെങ്കിലും ഒരു ഭരണഘടനാപരമായ നടപടി എടുത്താൽ അതിനെ നമ്മൾ ഈ കോടതിയുമായി ബന്ധപ്പെടുത്തി ഒരു അവലോകനം നമ്മൾ ഉണ്ടാക്കും. ഇതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ആശയം ഇന്ത്യൻ ഭരണഘടന കൊണ്ടുവരുന്നത് അമേരിക്കയിൽ നിന്ന് കടം കൊണ്ടതാണ്. ന്യായാധിപന്മാർക്ക്, അതായത് ന്യായാധിപന്മാർക്ക് ഭയമോ പക്ഷപാതമോ ഇല്ലാതെ അവരുടെ ഉത്തരവാദിത്വം, അവരുടെ ജോലി സത്യസന്ധമായി നിർവഹിക്കാൻ കഴിയുന്ന സ്വതന്ത്ര ജുഡീഷ്യറി സംവിധാനം, രാഷ്ട്രീയം നോക്കാതെ, വ്യക്തികളെ നോക്കാതെ അവരുടെ ജോലി പക്ഷപാതമില്ലാതെ കൃത്യമായി നടത്താൻ അങ്ങനെ ഒരു സംവിധാനം ആവിഷ്കരിക്കും. ന്യായാധിപന്മാർക്ക് സ്വതന്ത്ര ജുഡീഷ്യറി സംവിധാനം എന്ന ഒന്ന് ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. നമ്മൾ എഴുതി തയ്യാറാക്കിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഏറ്റവും ബൃഹത്തായി എഴുതി തയ്യാറാക്കിയ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്കുള്ളത്, ഭാരതത്തിനുള്ളത്. നമ്മുടേത് എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു ഭരണഘടനയാണ്. എഴുതി തയ്യാറാക്കപ്പെട്ട ഈ ഭരണഘടനയ്ക്ക് നമ്മൾ കടപ്പെട്ടിട്ടുണ്ട് അമേരിക്കയോട്. ലിഖിത ഭരണഘടന എന്ന ആശയത്തിന് നമ്മൾ അമേരിക്കയോട് കടപ്പെട്ടിരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മുടെ ഭരണഘടനയുടെ സിംഹഭാഗം ആശയങ്ങളും നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടനിന് ഒരു അലിഖിതം, എഴുതപ്പെടാത്ത ഒരു ഭരണഘടനയാണുള്ളത്. അതും ഓർമ്മിച്ചു വെക്കണം. ഇന്ത്യയുടേത് എഴുതപ്പെട്ട ഭരണഘടനയാണ്. അമേരിക്കയിൽ നിന്നാണ് ഈ ആശയം കടം കൊള്ളുന്നത്. എന്നാൽ നമ്മുടെ ഭരണഘടനയുടെ സിംഹഭാഗം ആശയങ്ങൾക്ക് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇംപീച്ച്മെന്റ്, പുറത്താക്കുക, ഇംപീച്ച്മെന്റ് വ്യവസ്ഥകൾ കടം കൊണ്ടിരിക്കുന്നതും അമേരിക്കയിൽ നിന്നാണ്. രാഷ്ട്രപതി ഭരണഘടനാ ലംഘനം നടത്തിയാൽ തൽസ്ഥാനത്ത് നിന്ന് നീക്കുന്ന നടപടിയാണ് ഇംപീച്ച്മെന്റ്. ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി വരെ ഭരണഘടനാ ലംഘനം നടത്തിയാൽ അദ്ദേഹത്തെ നമുക്ക് ഇംപീച്ച്മെന്റ് ചെയ്യാം. ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രധാന ഭാഗം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്ക സുപ്രീം കോടതി, ഹൈക്കോടതി, അവിടെയുള്ള ജഡ്ജിമാരെ നീക്കം സംബന്ധിക്കുന്ന നടപടിക്രമങ്ങളും അമേരിക്കൻ മാതൃകയിലാണ് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് അമേരിക്കയുടെ മോഡലിലാണ്. രാഷ്ട്രത്തലവന് പ്രസിഡന്റ് എന്ന പേര് നൽകിയിട്ടുള്ളതും സായുധ സേനകളുടെ പരമോന്നത നേതാവായി പ്രസിഡന്റിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നതും അമേരിക്കയിൽ നിന്ന് പഠിച്ചിട്ടാണ്, അമേരിക്കയെ അനുകരിച്ചിട്ടാണ്. രാഷ്ട്രതലവനെ, ഒരു രാജ്യത്തിന്റെ പ്രഥമ പുരുഷനെ, ഒരു രാജ്യത്തിന്റെ രാഷ്ട്രതലവനെ പ്രസിഡന്റ് എന്ന് വിളിച്ചതും അമേരിക്ക വിളിച്ചത് കേട്ടിട്ടാണ് എന്ന് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് നമ്മളിത് അനുകരിച്ചത്. അതേപോലെ സായുധ സേനകൾ, കരസേന, നാവി, അവരുടെയൊക്കെ പരമോന്നത മേധാവിയായി പ്രസിഡന്റിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നതും അമേരിക്കയിൽ നിന്നാണ്. ഒരു ഭരണഘടന നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വരുമ്പോൾ, ഇന്ത്യൻ ഭരണഘടന നമ്മൾ തയ്യാറാക്കുമ്പോൾ പല രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും നമ്മൾ പല വസ്തുതകളും കൈക്കൊണ്ടിട്ടുണ്ട്. ബ്രിട്ടനോടാണ് നമ്മൾ കൂടുതൽ ഭരണഘടനയുടെ കാര്യത്തിൽ
നമ്മൾ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് എങ്കിലും അമേരിക്കയിൽ നിന്നും എന്തെല്ലാം കടം കൊണ്ടിട്ടുണ്ട് എന്നത് പഠിക്കലാണ് ഈ ചോദ്യത്തിന്റെ ഉദ്ദേശം. എല്ലാവർക്കും തുല്യ നിയമ പരിരക്ഷ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, ഇത് ആ ഒരു സമീപനത്തിന് നമ്മൾ അമേരിക്കയോട് കടപ്പെട്ടിരിക്കുന്നു. എന്താ പറയാ, പശ്ചാത്തലമോ പദവിയോ പരിഗണിക്കാതെ സമാന സാഹചര്യങ്ങളിൽ ഞാൻ തെറ്റ് ചെയ്താലും എന്നെക്കാൾ ഉയർന്ന പദവിയിലിരിക്കുന്ന ആൾക്കാർ തെറ്റ് ചെയ്താലും താഴ്ന്ന പദവിയിലുള്ള ആൾക്കാർ തെറ്റ് ചെയ്താലും പശ്ചാത്തലമോ പദവിയോ പരിഗണിക്കാതെ സമാന സാഹചര്യങ്ങളിൽ എല്ലാവർക്കും നിയമപ്രകാരം തുല്യമായി പരിഗണിക്കുകയും നീതിയും സംരക്ഷണവും തുല്യമായി ലഭ്യമാക്കുകയും വേണം എന്നതാണ് നിയമത്തിന്റെ തുല്യ സംരക്ഷണം എന്നതുകൊണ്ട്. ഇപ്പം ഞാൻ ഒരു കൊല ചെയ്തു, അല്ലെങ്കിൽ വേറൊരാൾ കൊല ചെയ്തു, അയാൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്, അതുകൊണ്ട് അയാളെ രക്ഷപ്പെടുത്തണം, അങ്ങനെയൊന്നുമില്ല. കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ നിയമം തന്നെയാണുള്ളത്. ഇതാണ് നിയമത്തിന്റെ തുല്യ സംരക്ഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14 ഈ ആശയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ ആർട്ടിക്കിൾ 14 തന്നെ ഉൾപ്പെടുത്തുന്ന നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ആശയത്തോട് നമ്മൾ ബ്രിട്ടനോട് കടപ്പെട്ടിരിക്കുന്നു എന്നതും. ഇന്ത്യയിലെ ഭരണഘടകങ്ങളെ നമ്മൾ സ്റ്റേറ്റ് എന്നാണ് പറയുക. സ്റ്റേറ്റ് എന്ന് പറയുന്ന സംസ്ഥാനം എന്ന അർത്ഥത്തിലല്ല, ഇന്ത്യയിലെ ഭരണഘടകങ്ങളെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയും. എന്ന് നമ്മൾ നാമകരണം ചെയ്തിരിക്കുന്നത് അമേരിക്കയെ അനുകരിച്ചുകൊണ്ടാണ്. പാർലമെന്റിന്റെ ഏറ്റവും ഉപരി അപ്പർ കേസായ രാജ്യസഭ സംസ്ഥാനങ്ങളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അമേരിക്കൻ സെനറ്റിന് സമാനമാണിത്. ശ്രദ്ധിക്കണം, വൈസ് പ്രസിഡന്റ് എന്ന ഒരു പദവി നമ്മൾ കടം കൊണ്ടിരിക്കുന്നു. എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ ഭരണഘടകങ്ങൾക്ക് സ്റ്റേറ്റ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് അമേരിക്കയെ അനുകരിച്ചിട്ടാണ്. വൈസ് പ്രസിഡന്റ് എന്ന പദവി ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. ചോദ്യം, ലിബറോ എന്ന് പറയുന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറോ എന്ന് പറയുന്ന പദം വോളിബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ? ശരിയാണ്, വോളിബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യോർക്കർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? യോർക്കർ എന്ന പദം ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ? അങ്ങനെയാണെങ്കിൽ ബീമർ എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. ഒരുപാട് വാക്കുകൾ ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സെർവ് എന്ന് ഉപയോഗിക്കാറുണ്ട്, സർവീസ് എന്ന് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഇതെല്ലാം തന്നെയും ഓരോ കളിയുമായി ബന്ധപ്പെട്ടതാണ്. കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ നമ്മൾ പഠിക്കണം, അത് പഠിച്ചു വെച്ചിരിക്കണം. അടുത്തത്, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗത്തായി ചിന്നിച്ചിതറി കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര് എന്താണ്? അതിന്റെ ഉത്തരം മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നാണ്. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ കാണപ്പെടുന്ന 2 ഭാഗത്തായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ് മുത്തങ്ങ എന്നറിയപ്പെടുന്നത്. 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ഈ വന്യജീവി സങ്കേതത്തെ അപ്പർ വയനാട്, ലോവർ വയനാട് എന്നിങ്ങനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തെയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത്. 1973 ഈ വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. വർഷം പഠിക്കണേ, 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. ഇതിനെ അപ്പർ വയനാട്, ലോവർ വയനാട് എന്നിങ്ങനെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ഓക്കെ, വയനാട് വന്യജീവി സങ്കേതം 2 ഗ്രാമങ്ങളാണ്, മുത്തങ്ങയും തിരുനെല്ലി. 2 ഗ്രാമങ്ങളിലാണ് ഈ ഒരു വയനാട് വന്യജീവി സങ്കേതം ഉള്ളത്. തമിഴ്നാട്, കർണാടക, കേരളം ഇതെല്ലാം കൂടി ചേർന്ന് അവിടെ വയനാടിന്റെ ഭാഗത്ത് കർണാടക അതിർത്തി അതുപോലെ തമിഴ്നാട് അതിർത്തിയിലാണ് ഇതൊരു വന്യജീവി സങ്കേതം. 2 ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ വന്യജീവി സങ്കേതം കൂടിയാണ് ഇത്. 1973 വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. ഇതിന്റെ പേരാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇനി മുത്തങ്ങയിൽ വെച്ച് വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം കർണാടക, തമിഴ്നാട് എന്നിവയുമായി പങ്കുവയ്ക്കുന്നതുകൊണ്ട് ഇതിനൊരു ട്രയാങ്കിൾ പോയിന്റ് എന്നും പറയാറുണ്ട്. കാരണം 3 സ്ഥലങ്ങളുണ്ട് അവിടെ, കേരളവും തമിഴ്നാടും കർണാടകയും ഉണ്ട്. അതുകൊണ്ട് ഇതിനെ ട്രയാങ്കിൾ പോയിന്റ് എന്ന് പറയാറുണ്ട്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, PYQ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു PYQ അതോടൊപ്പം പരീക്ഷയും കൂടെ എഴുതണം. ഇത് 3 ആവുമ്പോഴാണ് നമ്മൾ സെറ്റ് ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത PYQ ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.